ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മള് രണ്ട് സെഗ്മെന്റുകളാണ് നമുക്ക് ഉള്ളത്. ഒന്ന് നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ളത്, ഒന്ന് ഫാർമാസ്യൂട്ടിക്കലും മറ്റൊന്ന് ന്യൂട്രാസ്യൂട്ടിക്കലും. ഫാർമാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോമ്പൗണ്ടുകൾ, അതുപോലെ തന്നെ കെമിക്കൽ കോമ്പൗണ്ടുകൾ, അതിലൂടെയുള്ള ആരോഗ്യ പരിരക്ഷ, അതാണ് ഫാർമാസ്യൂട്ടിക്കൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തന്നെ ഒരു ഓപ്പോസിറ്റ് വേർഷനാണ്, എല്ലാം പ്രകൃതിദത്തമാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. ആദ്യം നമ്മൾ മനസ്സിലാക്കുക ന്യൂട്രാസ്യൂട്ടിക്കൽസ്, അതായത് ഇത് പറയുന്നത് തന്നെ ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഡക്ട്സ്. അതായത് അടുത്ത ജനറേഷന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു മേഖലയാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ഒരു മേഖല. പല ആളുകൾക്ക് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വേർഡ് ആയിരിക്കും. ഈ അടുത്ത കാലത്തായിട്ട് പത്രത്തിൽ വന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു ന്യൂട്രാസ്യൂട്ടിക്കൽസിനെ കുറിച്ചിട്ട്. എന്താണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് അതിൽ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് രോഗനിവാരണത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടി പ്രകൃതിദത്തമായിട്ട് ഉള്ള മൂലികകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പ്രകൃതിദത്തമായിട്ടുള്ള ഹെർബ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ ആരോഗ്യ പരിരക്ഷയും പരിചരണവും കൊടുക്കുക എന്നുള്ളതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസിന്റെ ഒരു ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇതില് രോഗനിവാരണം വരുന്നുണ്ട്, രോഗപ്രതിരോധ സംവിധാനങ്ങൾ വരുന്നുണ്ട്, ആരോഗ്യ സംരക്ഷണം വരുന്നുണ്ട്, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. ഇതിനെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മേഖലയാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത്.